ജ്വലിച്ചു നിൽക്കുന്ന ഒരു മഹൽ വ്യക്തിയാണ് നമ്മുടെ മിനിസ്ട്രിയുടെ ഒത്തിരി പ്രവർത്തനങ്ങൾക്ക് ഒരു ഇനാഗ്രേഷൻ ചെയ്യാൻ വേണ്ടി കടന്നു വന്നത്. നമുക്ക് അദ്ദേഹത്തെ ആദരിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരിച്ച ശേഷം അദ്ദേഹം പ്രോഗ്രാം ഇനാഗ്രേഷൻ ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഇവിടെ ആയിരിക്കുന്ന എൻ്റെ മത്സരമുള്ള ഞങ്ങളുടെ സഭയിലെ കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, സഹോദരി സഹോദരങ്ങളെ, ഈ മിനിസ്ട്രിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കാം. നമ്മൾ സാധാരണക്കാരുടെ ഇടയിൽ നിന്നാണ്, നിങ്ങളിൽ ഒരാളായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, എന്നെക്കുറിച്ച് നന്നായിട്ട് നിങ്ങൾക്കറിയാം. പക്ഷെ ദൈവം നമ്മെ സുവിശേഷ വേലയിൽ പ്രവേശിച്ചതിന് ഫലമായി ന്യൂ ലൈഫ് ഇൻ ജീസസ് ക്രൈസ്റ്റ് എന്നൊരു മിനിസ്ട്രിയുടെ ഭാഗമായി ട്രിവാൻഡ്രത്തും കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗത്തും ഇന്ത്യക്ക് പുറത്തുമായി ഈ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾ അയച്ച് വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ മദ്യത്തിനെതിരെ പരസ്യയോഗങ്ങൾ നമ്മൾ ചെയ്ത് കൗൺസിലിംഗ് ചെയ്ത് അങ്ങനെയുള്ള ശുശ്രൂഷകൾ, നോർത്ത് ഇന്ത്യയിലെ സുവിശേഷം അറിയിക്കുന്ന പ്രവർത്തനങ്ങൾ, അതേപോലെ സാധാരണക്കാരായ വ്യക്തികൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുവാനും ട്രീറ്റ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുവാനും ഒക്കെ ഞങ്ങൾ ഈ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. എന്നോടൊപ്പം ഒന്ന് രണ്ട് കാര്യം പെട്ടെന്ന് ഓർപ്പിക്കട്ടെ. എന്നോടൊപ്പം ഞങ്ങളൊപ്പം ഈ വേദിയിൽ ഈ മിനിസ്ട്രിയുടെ ആരംഭ കാലഘട്ടത്തിൽ ഞങ്ങളൊപ്പമൊക്കെ ഞങ്ങളെ സഹായിച്ച ഒരു ഫാമിലിയായിരുന്നു ഷാജി ടി രാജ്. അത് അദ്ദേഹത്തിൻ്റെ വൈഫ്, ഞങ്ങളുടെ ഫാമിലി റിലേറ്റീവാണ്. അവരുടെ ഒരു ചാരിറ്റി പ്രവർത്തനവുമായി ബന്ധപ്പെടാണ് ആദ്യം ഇതിനകത്ത് ഒരു ചാരിറ്റി പ്രവർത്തനം നമ്മൾ നടത്താനിടയായത്. പക്ഷേ അതിൻ്റെ ഫോർഡർ പ്രസിഡൻ്റ് ആയിരുന്ന ഷാജി ടി രാജ് ഒരു മിലിറ്ററി ഓഫീസറാണ്, അദ്ദേഹം മരണപ്പെട്ടു പോയി. അതിനുശേഷം പ്രിയ സഹോദരി ഇതിനകത്തുണ്ട്, റാണി എന്ന് പറയും. അവരുടെ നേതൃത്വത്തിൽ അവരുടെ ഒരു മിനിസ്ട്രി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഞങ്ങൾ ഭാഗമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാ മേഖലകളിലും ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുവാനും, അതേപോലെ പലതരത്തിൽ പ്രവർത്തനങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇത്രയും പേർക്കെങ്കിലും ഒരുമിച്ച് കൂടാൻ ഭാഗ്യം കിട്ടിയത്. അപ്പോൾ മിനിസ്ട്രിയുടെ ഈ പ്രവർത്തനങ്ങളെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ആർക്കും വേണ്ടാതെ തള്ളിക്കളഞ്ഞ ഇവരെയാണ് ദൈവം അധികമായിട്ട് സ്നേഹിച്ചത്. പ്രത്യേകിച്ച് ഞാൻ ഈ നോട്ടീസ് പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മുടെ കള്ളിമൂട് എന്നൊരു വാർഡ് ഗ്രൂപ്പുണ്ട്, കുറേ വാർഡ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് പല പോസ്റ്ററുകളും വരുമ്പോൾ രാഷ്ട്രീയപരമായിട്ട് അതിനകത്ത് ഭയങ്കരമായിട്ട് ചർച്ചകൾ ചെയ്യാറുണ്ട്. പക്ഷെ ഈ നോട്ടീസ് കണ്ടപ്പോൾ അതിനകത്ത് ഒന്നും ചർച്ച ചെയ്യില്ലെന്ന് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാര്യം വേറൊന്നുമല്ല, ഇവിടെ മതമോ രാഷ്ട്രീയമോ ജാതി ഒന്നതല്ല, ദൈവജന ഒരുമിച്ചെന്നുള്ള ഒരു ടാഗ് അതിനകത്ത് കുറിപ്പ് കാണുവാനിടയായി. പ്രീസലോ അത് ഞങ്ങൾ ഭയങ്കര സന്തോഷമുണ്ട്. കള്ളിമുട് ജംഗ്ഷനിൽ വെച്ച് നടത്തുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ പെട്ടെന്ന് തിടുക്കപ്പെട്ട് കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ഡിസംബർ 28-ാം തീയതി നടക്കേണ്ട പ്രോഗ്രാം നമ്മുടെ ഔദ്യോഗിക മേഖലകളിൽ ജയിച്ചു വരുന്നവരെയും മറ്റും ഉൾപ്പെടുത്താനുള്ളതായതുകൊണ്ട് ആണ് നമ്മൾ അല്പം കൂടെ ചേഞ്ച് ചെയ്തത്. അങ്ങനെയാണ് ഇന്നത്തെ ദിവസം പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചത്. ഇന്നത്തെ ഈ പ്രോഗ്രാം ഔദ്യോഗികമായിട്ട് എല്ലാ മേഖലകളിലും ഇന്ത്യക്കും പുറത്തും അകത്തും നടക്കുന്ന ഈ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളെ മൊത്തത്തിൽ ഇനാഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മമൽ ഹോസ്പിറ്റൽ MD ആയിരിക്കുന്ന ശ്രീ അജയൻ സാർ, അതേപോലെ അദ്ദേഹം നമ്മുടെ മിനിസ്ട്രിയുടെ ഒരു ബോർഡ് മെമ്പറും കൂടെയാണ്. സാധാരണ ഇതിനകത്ത് ഉൾപ്പെടുന്നവരെല്ലാം കാലാകാലങ്ങളിൽ മിനിസ്ട്രി ബോർഡ് മെമ്പറായിട്ടൊക്കെ മാറും. അപ്രകാരം അദ്ദേഹം എത്തിച്ചേർന്നത്. അദ്ദേഹത്തെ ഈ സമയം പൊന്നാട അണിയിച്ച് മൊമെൻ്റ് നൽകി ആദരിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊന്നാടൊക്കെ അണിയിക്കുമ്പോഴും മൊമെൻ്റ് നൽകുമ്പോഴും അദ്ദേഹത്തെ ഒരു ആദര സൂചകമായിട്ട് നമ്മളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് ഏറ്റവും നല്ലതാണ്. ശരിയല്ലേ? അദ്ദേഹം വന്നത് സന്തോഷമുണ്ടോ? ഒന്ന് കൈയടിച്ചൊന്ന് സന്തോഷിച്ചു. ഇത്രയേ ഉള്ളൂ. നല്ല ഒരു വിഷയത്തോടെ ഓക്കെ. നമുക്ക് അദ്ദേഹത്തെ ഈ സമയം പ്രോഗ്രാം ഇനാഗ്രേഷൻ ചെയ്യുന്ന മുമ്പായിട്ട് നമുക്ക് അദ്ദേഹത്തെ ആദരിക്കേണ്ടതായിട്ടുണ്ട്. പൊന്നാട അണിയിച്ച് ആദരിക്കാൻ വേണ്ടിയിട്ട് ഈ സമയം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്.
ഞങ്ങളുടെ ഈ സഭയിലെ പാസ്റ്റർ കാണാനില്ല, അത് ഞാൻ നോക്കിയത്. സുരേഷ് പാസ്റ്റർ ഇവിടെ ഉണ്ടോ? ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, വളരെ വേഗം വന്നേ. ഈ സമയം പ്രിയ സാറിനെ നമ്മുടെ ഈ സഭയിൽ നമ്മുടെ ഒരു പാസ്റ്റർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പൊന്നാട് അണിയിക്കും, മൊമെൻ്റ് നൽകും. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേൽക്കാം. ആ സമയം നിങ്ങളുടെ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് അദ്ദേഹത്തിന് നന്ദിയൊക്കെ അറിയിക്കണം.